പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി എംഎൽഎ ഗുർപ്രീത് ഗോഗി വെടിയേറ്റ് മരിച്ചുവെന്ന വാർത്തയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. ആരാണ് ഗുർപ്രീത് ഗോഗി? ആം ആദ്മി പാർട്ടി അംഗമായ ഗുർപ്രീത് ഗോഗി പഞ്ചാബ് നിയമസഭയിൽ ലുധിയാന വെസ്റ്റ് അസംബ്ലി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന എംഎൽഎ ആണ്. 2022 ഗോഗി ആം ആദ്മിയിൽ ചേരുന്നത്. കോൺഗ്രസിൽ നിന്നാണ് ഗോഗി ആം ആദ്മിയിൽ എത്തുന്നത്. അതേ വർഷം തന്നെ അദ്ദേഹം പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും MLA ആയി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. കോൺഗ്രസിൽ നിന്ന് 2 തവണ MLA ആയി വിജയിച്ച ഭരത് ഭൂഷൺ അശ്വിനെ അട്ടിമറിച്ചാണ് ഗോഗി ലുധിയാന വെസ്റ്റിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നതായിരുന്നു ആകർഷകം. 58-കാരനായ ഗോഗി മുൻപ് 2 തവണ ലുധിയാന കോർപ്പറേഷൻ കൗൺസിലറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ജനകീയനായ നേതാവായും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും പേര് കേട്ട ഗുർപ്രീത് ഗോഗി തന്റെ മണ്ഡലത്തിന്റെ വികസനത്തിൽ അത്രയേറെ പങ്കുവഹിച്ച നേതാവായിരുന്നു. ഗോഗിയുടെ ജന്മനാടായതുകൊണ്ട് തന്നെ ലുധിയാനയോട് അത്രയേറെ അടുപ്പവും ആത്മബന്ധവും പുലർത്തിയിരുന്നു അദ്ദേഹം. മണ്ഡലവുമായുള്ള ആ അഗാധമായ ബന്ധത്തിലൂടെ തന്നെയാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രശസ്തി ആർജിച്ചെടുത്തത്. ഗോഗിയുടെ ഭാര്യ സുഖ്ചൈൻ കൗർ ഗോഗി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നുവെങ്കിലും വിജയിച്ചിരുന്നില്ല. ജനങ്ങൾക്ക് അത്രയേറെ പ്രാധാന്യമുള്ള പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും തന്നെയായിരുന്നു ഗോഗി ഏറ്റവും പ്രാധാന്യം നൽകിയിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പദ്ധതികളിൽ ഒന്നാണ് ബുദ്ധനുള്ള വൃത്തിയാക്കൽ. ഈ പാരിസ്ഥിതിക സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ സജീവമായി പ്രവർത്തിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു. പദ്ധതിയുടെ പുരോഗതി ഉറപ്പാക്കാൻ പഞ്ചാബ് വിധാൻസഭാ സ്പീക്കർ കുൽദാർ സിംഗ് സദ്വാൻ, MP സന്ത്ബാബ ബൽബീർ സിംഗ് സിജേവാൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അദ്ദേഹം. പ്രൊജക്റ്റിലെ കാലതാമസത്തെക്കുറിച്ച് ഗോഗി ആശങ്കയും പ്രകടിപ്പിച്ചിരുന്നു. പ്രതിഷേധവും ചർച്ചകളും ഫലമണിയാതെ വന്നപ്പോൾ നടപടിയില്ലായ്മയിൽ പ്രതിഷേധിച്ച് 2022 അദ്ദേഹം തന്നെ സ്ഥാപിച്ച തറക്കല്ല് പോലും 2024 അദ്ദേഹം പൊളിച്ച് പ്രതിഷേധിച്ചിരുന്നു. മലിനീകരണത്തിന്റെ ഉച്ചിയിൽ എത്തി നിൽക്കുന്ന ബുദ്ധനുള്ള നദിയെ മാലിന്യമുക്തമാക്കുന്നതിന് ഏറെ പരിശ്രമങ്ങൾ നടത്തിയിരുന്നു ഗോഗി. വ്യാവസായിക അവശിഷ്ടങ്ങളും മറ്റ് വിഷരാസവസ്തുക്കളും ഒഴുക്കി ബുദ്ധനുള്ള മലിനമാകുന്നത് തടയുന്നതിനു വേണ്ടി പഞ്ചാബ് നിയമസഭാ സ്പീക്കറും പരിസ്ഥിതി പ്രവർത്തകനായ സന്ത്ബാബ ബൽബീർ സിംഗ് സിജ്വാളുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നതാണ് അദ്ദേഹത്തിന്റെ അവസാന ഫേസ്ബുക്ക് പോസ്റ്റും. അടുത്തിടെ 40 ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ മോഷണം പോയ BRS നഗറിലെ പ്രജീൻ ശീല മാതാ മന്ദിർ അദ്ദേഹം സന്ദർശിച്ചതായും പോസ്റ്റിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. കുറ്റവാളികളെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പൂജാരിക്കും ക്ഷേത്ര ഭരണസമിതിക്കും ഉറപ്പു നൽകിയിരുന്നു. ലുധിയാന ബാർ അസോസിയേഷനിൽ സംസ്ഥാന അസംബ്ലി സ്പീക്കർ കുൽദാർ സാന്ത്വാനൊപ്പം 10-ാം തീയതി ലോഹരി ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇതിനുശേഷമാണ് ഗോഗിയുടെ മരണം പുറം ലോകം അറിയുന്നത്. ഇതേ ദിവസം അർദ്ധരാത്രിയോടെയാണ് MLAക്ക് വെടിയേൽക്കുന്നത്. സംഭവം ഉണ്ടായുടൻ വീട്ടുകാർ ഇദ്ദേഹത്തെ ദയാനന്ദ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. ഗുർപ്രീത് ഗോഗി സ്വയം വെടിവെച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം. MLAയുടെ മരണം ആം ആദ്മി പാർട്ടി ജില്ലാ പ്രസിഡന്റ് ശരൺപാൽ സിംഗും പോലീസ് കമ്മീഷണർ കുൽദീപ് സിംഗ് ചാഹലുമാണ് സ്ഥിരീകരിച്ചത്. ഗോഗിയുടെ മരണം വളരെ ദുഃഖമുണ്ടാക്കുന്നതാണെന്ന് മന്ത്രിയും പഞ്ചാബിലെ AAP അധ്യക്ഷനുമായ അമൻ അറോറ പറഞ്ഞു. കുടുംബത്തിന് എല്ലാവിധ പിന്തുണയും, മരണകാരണത്തെക്കുറിച്ച് ഒന്നും പറയാനാകില്ലെന്നും പോലീസ് അന്വേഷണം നടത്തി വരികയാണെന്നുമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. രാഷ്ട്രീയം ഏത് തന്നെയായാലും ജനകീയനായ ഒരു നേതാവിനെയാണ് ലുധിയാനയ്ക്ക് നഷ്ടമായിരിക്കുന്നത്.